ഇന്നലെ പത്രസമ്മേളനം വിളിച്ചതായിരുന്നു, ഇന്നലെ 3 മണിക്ക്. പക്ഷേ ഇന്നലെ ചേച്ചി എത്താൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇന്നലെ അത് മാറ്റി വെച്ച് ഇന്നത്തേക്ക് ഇന്ന് രാവിലത്തേക്ക് വിളിക്കാൻ ഇടയായ സാഹചര്യം. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് നാളുകളുണ്ട്. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും നമ്മുടെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വിഷയം മാറിക്കൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ LDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് നേരെ നടന്ന സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനമാണ്. LDF സ്ഥാനാർത്ഥിക്ക് നേരെ അത്തരത്തിലൊരു സൈബർ ആക്രമണം ഉണ്ടായത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത്തരം വീഡിയോകൾ, ലൈംഗികമായി ടീച്ചറെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ടീച്ചർ ആരോപിക്കുന്നത്. അത്തരമൊരു വീഡിയോ എന്റെയൊന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ല. പക്ഷേ അതൊരു വിഷയമല്ല. ടീച്ചർ പറഞ്ഞത്, നമ്മുടെ സ്ഥാനാർത്ഥി പറഞ്ഞതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ പൊതുരംഗത്ത് നിൽക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി, മുഖമില്ലാത്ത ആളുകൾ വഴി, നേതാക്കന്മാർ വഴി ഒക്കെ വളരെ മോശമായ രൂപത്തിലേക്കുള്ള ലൈംഗിക ഇവയോടുകൂടിയുള്ള പരാമർശങ്ങൾ, വ്യക്തി അധിക്ഷേപങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അനുഭവമല്ല. നിരവധി കാലങ്ങളായി ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ധാരാളമായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ത്രീ മാത്രമല്ല, ഞാൻ പറഞ്ഞ പൊതുരംഗത്ത് നിലപാടെടുക്കുന്ന, അത് മാധ്യമരംഗത്തുള്ള വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. അത്തരത്തിലൊരു പ്രശ്നങ്ങൾ പല സാഹചര്യത്തിൽ പലപ്പോഴായിട്ട് പരാതികൾ ഞങ്ങൾ പോലീസിന് കൊടുത്തതാണ്, സൈബർ സെല്ലിന് പരാതികൾ കൊടുത്തതാണ്. പക്ഷെ എല്ലാ പരാതികളും അവിടെ കെട്ടിക്കിടക്കുകയല്ലാതെ ഒരു പരാതിയിൽ പോലും വസ്തുതാപരമായ അന്വേഷണം നടത്താനോ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇത് തുടരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം.